സ്വാഗതം. ഇന്നലെ അമ്മുക്കുട്ടനും ഞാനിവിടെ പറഞ്ഞില്ലേ ഈ ചോളം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്. ചോളം ഞങ്ങൾ കണ്ടോ, ഇത് രണ്ടും ഇങ്ങനെ അടത്തിയതാ. തെങ്ങിന് നമുക്കിത് എളുപ്പം അടത്താം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് അടത്താം. ഇങ്ങനെ ഈ ഒരു പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കൈ കൊണ്ടും അടത്താം, എന്നാലും ഇത് എളുപ്പമാണ്. ഇത് പിന്നെ ഇപ്പം ഇങ്ങനെ അടത്തിയിട്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് അടത്തിയിട്ട് ഇത് ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയിട്ട് ഇത് പൊടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാം. അതുകൂടാതെ പിന്നെ നമുക്ക് ഇത് പിന്നെ പൊരി ഉണ്ടാക്കാമല്ലോ, ചോളം, അതും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണോ, ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, നമുക്ക് അതിൻ്റെ ഞാൻ ഇന്നലെ വെള്ളത്തിൽ ഇട്ടിരുന്ന ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതുക്കണം. പക്ഷേ ഈ ചോളം പച്ചയായിട്ട്, അതായത് കുറച്ച് പകുതി മൂപ്പാകുമ്പോഴേ ഇത് പറിച്ച് അരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇത് കണക്ക് വെള്ളത്തിലിടുവൊന്നും വേണ്ട, അങ്ങ് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ ഇത് തനിയെ ഇടുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ദോശ ഉണ്ടാക്കിയാൽ അതിങ്ങനെ കിട്ടത്തില്ല. അപ്പം അതിന് സ്വല്പം കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട്, മൈദ ചേർക്കുന്നവർക്ക് മൈദ ചേർക്കാം. ഇത് ഞാൻ ഗോതമ്പ് പൊടിയായിട്ട് ഒരു സ്വല്പം ഗോതമ്പ് പൊടി ഇട്ട് ഉപ്പൂടെ വെച്ചിട്ട് ഉപ്പൂടെ ഇട്ടിട്ട് നമുക്കിത് അരച്ചോണ്ട് വരട്ടെ. അരച്ചോണ്ട് വന്നിട്ട് ബാക്കി കാര്യം. നമ്മൾ അരച്ചോണ്ട് വന്ന് കണ്ടോ, നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ വേറൊന്നുമില്ല. ആ ചോളവും പിന്നെ ഒരു സ്വല്പം ഗോതമ്പ് പൊടി, ഉപ്പും, അത് കണ്ടോ ഇതേപോലെ അരച്ച പാടെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം കണ്ടോ, ഇത് കല്ലേ വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഇത് കല്ലേ വെച്ച് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഇതിനൊരു ചമ്മന്തി ഇല്ലേ ഉണ്ടാക്കണ്ടേ, അതും ഏകദേശം നമുക്ക് ഇതേപോലൊക്കെ തന്നെ വേണം. അതുകൊണ്ട് ഇത് എടുത്തിരിക്കുന്നതല്ല, നമ്മൾ കൊടകനില ചമ്മന്തിയാണ്. കൊടകനില കണ്ടില്ലേ, കണ്ടോ. ഇതൊക്കെ കർക്കിടമാകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ലേ. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇലക്കറികളും ഇലകളും ഒക്കെ ഉപയോഗിക്കാൻ നോക്കണം. എന്നുവെച്ചാൽ കഴിക്കുന്ന ഇലകൾ കേട്ടോ. ആദ്യം കൊടകൻ്റെ ഇല എല്ലാ പറമ്പിലും ഒക്കെ ഇപ്പം മഴയാകുമ്പോൾ എല്ലായിടും കാണും. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ 4 കഷ്ണം ഉള്ളി, പിന്നെ ഒരു നുള്ളു, ഒരു 5-6 കഷ്ണം പിന്നെ ഉലുവ കണ്ടോ, ഉലുവ ഇടണം. പിന്നെ പൊട്ടുകടല കണ്ടോ, പൊട്ടുകടല, പിന്നെ തേങ്ങ ചിരകിയത്, പിന്നെ കരിവേപ്പില. അത് കടു മൂപ്പിക്കുമ്പോൾ ഇട്ടാൽ മതി. ഞാൻ 2-3 ഇട്ട എനിക്ക് അതിൻ്റെ നമുക്ക് ആ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് അരച്ചോണ്ട് വരട്ടെ. അപ്പം കണ്ടോ, ഇപ്പം ദോശ നമ്മൾ ഇട്ടിരുന്ന ദോശ കറക്റ്റ് കണ്ടോ ദോശ ഇതായി. അപ്പം ഇത് അരച്ചോണ്ട് വരട്ടെ, എന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യം കൂടെ കാണിക്കാം. ഇത് അരച്ചോണ്ട് വരട്ടെ. ഒരെണ്ണൂടെ ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി എങ്ങനെയാ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക, അതിന് കടു മൂപ്പിക്കണം. ആ സമയം കൊണ്ട് ഒരെണ്ണൂടെ ഇതെല്ലാം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ട് നമുക്കുണ്ടല്ലോ, നെയ്യ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സ്വല്പം നെയ്യ് ഇങ്ങനെ ഒഴിച്ചാൽ വളരെ ടേസ്റ്റാണ്. കണ്ടോ, ഒരു സ്വല്പം. ഇപ്പം ഇവിടെ ഇത് നമുക്ക് ഇത് അരച്ചോണ്ട് വന്ന് ഇതിന് നമുക്ക് കടുക് താളിക്കണ്ടേ. ഇത് മൂപ്പിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഈ പച്ചലയൊക്കെ ആയതുകൊണ്ടേ കണ്ടോ, പച്ചല ആയതുകൊണ്ട് ഇതിന് നമ്മൾ മൂപ്പിച്ചിടുന്നേ ഉള്ളൂ. കാണിക്കാം. കടുകിട്ട് മൂക്കട്ടെ. അപ്പം ഇത് ദോശ റെഡിയായി കണ്ടോ.
നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ എപ്പോഴും വാങ്ങി വാങ്ങി കഴിക്കും. ഇങ്ങനെ ആവശ്യത്തിന് നെയ്യ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും നെയ്യ് ചേർത്താൽ ഇതിനെ നമുക്കൊന്ന് കടുക് മൂപ്പിച്ച് ഇതിനകത്ത് ഒഴിക്കാം. ഇതിപ്പം റെഡിയായി കണ്ടോ, ഇത് റെഡിയായി. നമുക്കിതിൻ്റെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇത് മൂപ്പിക്കാം. ഇപ്പം നമ്മളിത് തീ നിർത്തി വയ്ക്കുക കണ്ടോ. ഇനി നമ്മുടെ ചമ്മന്തിയും കൂടെ എടുത്തിട്ട് കാണിക്കാം എങ്ങനെയാണ്. ഇത് ചമ്മന്തി ഒന്ന് മൂക്കട്ടെ. പെട്ടെന്ന് മൂക്കും. എന്താണെന്ന് വെച്ചാൽ എന്നാ ഇതായതുകൊണ്ട് 2 മുളക് കൂടെ ഇത് പച്ചിലയൊക്കെ ആയതുകൊണ്ട് അതിന് നമ്മൾ ഇലകൾ ചമ്മന്തി അരയ്ക്കാനോ എന്തിനെങ്കിലും ഉപയോഗിക്കുമ്പോൾ ആ കൂടെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പച്ചച്ചവ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് തിളപ്പിക്കണ്ട, ഇതിനകത്തോട്ട് ഒഴിക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഒഴിക്കാം. നമ്മുടെ കുടകനില ചമ്മന്തി റെഡി. ഇനി നമുക്ക് ഈ ദോശയ്ക്ക് ഇതിപ്പം ഞാൻ തന്നെ ടേസ്റ്റ് നോക്കേണ്ടതായിട്ടാണ് വന്നേക്കുന്നത്. അമ്മുക്കുട്ടനും ഇവിടെ ഇല്ല, കിയാൻ ബാബയും ഇവിടെ ഇല്ല. അവരെപ്പോഴും അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽക്കുക. കണ്ടോ, ഇങ്ങനെ ഒരു ശകലം ചമ്മന്തി ഇതിനകത്ത് ഒഴിച്ച്. അപ്പം ഞാൻ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ഇത് കണക്ക് വെച്ച് നോക്കണം. നമ്മുടെ വീട്ടിൽ ചോളം ഈ നഴ്സറികളിലൊക്കെ ചെന്നാൽ ചോളത്തിൻ്റെ വിത്ത് കിട്ടും. അത് വാങ്ങിച്ച് ഇട്ടാൽ പെട്ടെന്നാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും നമുക്ക് സന്തോഷം തോന്നുന്നതുമായ ഒരു കൃഷിയാണ് ചോളം. അത് നമുക്ക് ഇങ്ങനെ കുറച്ച് കിളുത്ത് വരുമ്പോൾ മുതലേ അതിൻ്റെ പെട്ടെന്നാണ് ഇതിന് ചോളം ഉണ്ടാകുന്നത്. അതുണ്ടായാൽ അത് ആദ്യം മുതലേ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ മൂക്കുന്നിടം വരെ ഇട്ടേക്കണ്ട, തുടങ്ങുമ്പോഴേ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ചെറിയ ചോളം ആകുമ്പോൾ നമുക്ക് ഇത് കണക്ക് അരച്ച് ദോശ ഉണ്ടാക്കാൻ വെള്ളത്തിലിടുകയൊന്നും വേണ്ട. അങ്ങനെ ടേസ്റ്റുള്ള നല്ല ഓരോന്നും നമുക്ക് മാറി മാറി ഉണ്ടാക്കാം. ഇനി എന്തൊക്കെ ഉണ്ടാക്കാം ഈ ചോളം കൊണ്ട്. ടേസ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയണേ. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ.